വിരുദ്ധ ദിനമായിട്ട് ആചരിച്ച് വരുന്നുണ്ട്. ഓരോ ദിനങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം എന്ന് പറഞ്ഞാല് ലഹരിയുമായി പ്രവർത്തിക്കണം. വിശദമായി സംസാരിക്കാൻ വേണ്ടി നമ്മുടെ പണിയ സാറിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട സ്കൂളിൻ്റെ പ്രധാന അധ്യാപിക, PTA പ്രസിഡന്റ് ചന്ദ്രദാസ് അവർ, മറ്റു സഹപ്രവർത്തകർ, അധ്യാപകർ, വിദ്യാർത്ഥികളെ, ഇന്ന് ലോക ലഹരി വിരുദ്ധ ദിനമാണെന്ന് എല്ലാവർക്കും അറിയാം. അതിൻ്റെ ഭാഗമായാണ് നമ്മൾ ഇന്നിവിടെ ഇങ്ങനെ ഒരു അസംബ്ലി സംഘടിപ്പിച്ച് വിവിധ പരിപാടികൾ ഇവിടെ നമ്മുടെ സ്കൂൾ തലത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് നിങ്ങളെ ബോധവൽക്കരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു പരിപാടി കേരളത്തിലെ എല്ലാ സ്കൂളിലും, കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെ കുട്ടികളെ അവരെ പിന്തള്ളി മാറ്റി അവരെ പോലീസിൻ്റെ മുന്നിൽ, നിയമത്തിൻ്റെ മുന്നിൽ എത്തിക്കാനുള്ള സഹായങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് പോലീസ് ഉണ്ടായിരിക്കണം. ആരും ഇതിലേക്ക് തിരിയാതിരിക്കുക. ഇങ്ങനെയുള്ള എന്തെങ്കിലും വിവരങ്ങൾ കിട്ടുകയാണെങ്കിൽ പോലീസിനെ അറിയിക്കുക, അല്ലെങ്കിൽ അവിടെ അധ്യാപകരെ അറിയിക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം കൂടി നിങ്ങളുടെ അർപ്പിതമാണ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് വിശദമായ ക്ലാസ് എടുക്കുന്നതിനായി നമ്മുടെ SI ഇവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് വിശദമായ ക്ലാസ് ഇവിടെ പറഞ്ഞു തരും. മറ്റുള്ള സ്കൂളുകളിലേക്ക്, പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ മയക്കുമരുന്ന് ദുരുപയോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇത് ആശങ്കാജനകമാണ്. മയക്കുമരുന്ന് ദുരുപയോഗം തടയാൻ സഹകരിക്കുമെന്ന് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു. ഒരു കാരണവശാലും ഹാനികരമോ നിയമവിരുദ്ധമോ ആയ മയക്കുമരുന്നുകളൊന്നും ഞങ്ങൾ ഉപയോഗിക്കില്ലെന്ന് ഞങ്ങൾ പ്രതിജ്ഞ ചെയ്യുന്നു. ഓരോ വ്യക്തിയെയും, പ്രത്യേകിച്ച് യുവാക്കളെ, ബോധവൽക്കരണത്തിലൂടെ മയക്കുമരുന്ന് ദുരുപയോഗത്തിന്റെ ദൂഷ്യഫലങ്ങളെക്കുറിച്ച് ഞങ്ങൾ സമൂഹത്തിൽ അവബോധം സൃഷ്ടിക്കും. അതിലൂടെ ഇന്ത്യയിലെ യുവാക്കൾക്ക് മയക്കുമരുന്ന് വിമുക്തമായി ജീവിക്കാനും അവർക്ക് സമൂഹത്തിലെ സർഗാത്മകവും പ്രധാനപ്പെട്ടതുമായ അംഗങ്ങളാകാനും കഴിയും. മയക്കുമരുന്നിൽ നിന്ന് അകന്ന് ആരോഗ്യകരമായ ഒരു ജീവിതം നയിക്കുമെന്ന് ഇന്ന് നമ്മൾ പ്രതിജ്ഞ ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ജൂൺ 26 അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനം. ഇതിനോടനുബന്ധിച്ച് ലഹരി വിരുദ്ധ പ്രമേയം അവതരിപ്പിക്കുവാനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ക്ഷണിക്കുന്നു. നമസ്കാരം. ഇന്ന് ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമാണെന്ന് അറിയുന്നത്. ലഹരിയുടെ വലയിലകപ്പെട്ടിരിക്കുന്ന നിരവധി കുരുന്നുകളുണ്ട് നമ്മുടെ നാട്ടിൽ. മാതാപിതാക്കളുടെ ശ്രദ്ധ കുറവ് മൂലവും വിദ്യാർത്ഥികളുടെയും കൂട്ടുകാരുടെയും സോഷ്യൽ മീഡിയകളുടെയും പ്രേരണ മൂലവുമാണ് പല വിദ്യാർത്ഥിനികളും ഇന്ന് ലഹരിക്കടിമപ്പെട്ട് കഴിയുന്നത്. കുരുന്നു മനസ്സുകളെ അനായാസം കീഴടക്കാൻ സാധിക്കുന്ന വർണ്ണക്കടലാസുകളണിഞ്ഞ മിഠായികൾ വിപണിയിൽ എത്തുന്നതോടൊപ്പം ലഹരിയും ആൾമാറാട്ടം നടത്തി ഇക്കൂട്ടത്തിൽ എത്തുന്നുണ്ട്. നിരവധി ലഹരി മാഫിയകൾ ഇവയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. മദ്യമായും മയക്കുമരുന്നായും പുകയിലയായും മിഠായികളായും മറ്റും ലഹരി ജനങ്ങളിലും വിദ്യാർത്ഥികളിലും എത്തുമ്പോൾ താൽക്കാലിക സുഖത്തിന് വേണ്ടി അവരത് ഉപയോഗിക്കുന്നു. ഒടുവിൽ ജീവിത പുഷ്പത്തിന്റെയും മധു നുകരാൻ സാധിക്കാതെ എല്ലാവരും ലഹരിയുടെ മാഫിയകൾ ഒരുക്കി വെച്ചിട്ടുള്ള ചതിച്ചതുപ്പിൽ ചെന്നു ചാടുകയാണ്. തലയോളം താഴ്ന്നിരിക്കുകയാണ് ഇന്ന് ഇക്കൂട്ടർ. ടെൻഷൻ മാറ്റാനും വേദനയകറ്റാനും മനസ്സിന്റെ സന്തോഷത്തിനും വേണ്ടി മാത്രം ലഹരി ഉപയോഗിച്ചു തുടങ്ങുന്ന ഇവർ ലഹരിയിൽ നിന്നും ജീവിതത്തിലേക്ക് തിരിച്ചു കയറാൻ സാധിക്കാതെ വരുമ്പോൾ തകരുന്നത് ഇവരുടെ ജീവിതം മാത്രമല്ല, അവരെ പ്രതീക്ഷയർപ്പിച്ച് ജീവിക്കുന്ന മാതാപിതാക്കളുടെയും ഒരുപാട് നാട്ടുകാരുടെയും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ലഹരിയിൽ അകപ്പെട്ടിരിക്കുന്ന ഇക്കൂട്ടരെയും വിദ്യാർത്ഥികളെയും ജീവിതത്തിലേക്ക് തിരിച്ച് കൈപിടിച്ചുയർത്താനായി നമുക്കേവർക്കും ഇന്നു മുതൽ കൈകോർക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.
ഇന്ന് നമ്മുടെ സമൂഹത്തിനെ കാർന്നു തിന്നുന്ന മഹാവിപത്താണ് ലഹരി. ഇതിനെതിരെ നമുക്ക് ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കാം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവതരിപ്പിച്ച ഈ പ്രമേയം ഞങ്ങൾ പൂർണ്ണമായും പിന്താങ്ങുന്നു. ഈ ലഹരി വിരുദ്ധ പ്രമേയം ഐക്യദണ്ഡേന കൈയടിച്ച് പാസാക്കാം.
വാശിയോടെ ഇനിയും ഇവിടെ തുടരെ ചുവടാൽ പടയായി പൊരുതാം തീരോടെ കടലായി കടലായി ലഹരിക്കെതിരായി തീയായി പടരാം വാശിയോടെ ലഹരിക്കെതിരായ നിജരാൻ പോരൂ യുവജനമേ വേഗം നിങ്ങൾ ഇനി ലഹരിയിൽ തകരാതിടുവാനെന്നും സാന്ത്വനമായി കൂടെ ഞങ്ങൾ യേശുവിലണി ചേരാമൊന്നായെന്നും ആ ലഹരിയിൽ മുന്നേറിടാം തിരുസഭയുടെ തണലിൽ വളരാമെന്നും തിരുസഭയുടെ മക്കൾ നമ്മൾ ഇനി ഈ ലൈഫിൽ നിന്നും ലഹരികൾക്കെതിരായി നല്ല നല്ല ഡിസിഷൻസ് എടുക്കണം പവറായി കരുതണം പ്രിക്കോഷൻസ് ആരോഗ്യത്തിൽ വളരാൻ വന്നാലും ഇരുന്നാലും എല്ലാരും ചൊല്ലിടും ഉലകത്തിൽ വാഴുന്നവർക്ക് ആരോഗ്യം വേണ്ടും ഇനി ഈ ലൈഫിൽ നിന്നും ലഹരികൾക്കെതിരായി നല്ല നല്ല ഡിസിഷൻസ് എടുക്കണം പവറായി കരുതണം പ്രിക്കോഷൻസ് ആരോഗ്യത്തിൽ വളരാൻ വന്നാലും ഇരുന്നാലും എല്ലാരും ചൊല്ലിടും ഉലകത്തിൽ വാഴുന്നവർക്ക് ആരോഗ്യം വേണ്ടും വന്നാലും ഇരുന്നാലും എല്ലാരും ചൊല്ലിടും ഉലകത്തിൽ വാഴുന്നവർക്ക് ആരോഗ്യം വേണ്ടും ഇനിയും ഇവിടെ തുടരെ ചുവടാൽ പടയായി പൊരുതാം പീറോടെ കടലായി കടലായി ലഹരിക്കെതിരായി തീയായി പടരാം വാശിയോടെ ഇനിയും ഇവിടെ തുടരെ ചുവടാൽ പടയായി പൊരുതാം പീറോടെ കടലായി കടലായി ലഹരിക്കെതിരായി തീയായി പടരാം വാശിയോടെ ലഹരിക്കെതിരായ നിജരാൻ പോരൂ യുവജനമേ വേഗം നിങ്ങൾ ഇനി ലഹരിയിൽ തകരാതിടുവാനെന്നും സാന്ത്വനമായി കൂടെ ഞങ്ങൾ യേശുവിലണി ചേരാമൊന്നായെന്നും ആ ലഹരിയിൽ മുന്നേറിടാം തിരുസഭയുടെ തണലിൽ വളരാമെന്നും തിരുസഭയുടെ മക്കൾ നമ്മൾ ഇനി ഈ ലൈഫിൽ നിന്നും ലഹരികൾക്കെതിരായി നല്ല നല്ല ഡിസിഷൻസ് എടുക്കണം പവറായി കരുതണം പ്രിക്കോഷൻസ് ആരോഗ്യത്തിൽ വളരാൻ വന്നാലും ഇരുന്നാലും എല്ലാരും ചൊല്ലിടും ഉലകത്തിൽ വാഴുന്നവർക്ക് ആരോഗ്യം വേണ്ടും ഇനി ഈ ലൈഫിൽ നിന്നും ലഹരികൾക്കെതിരായി നല്ല നല്ല ഡിസിഷൻസ് എടുക്കണം പവറായി കരുതണം പ്രിക്കോഷൻസ് ആരോഗ്യത്തിൽ വളരാൻ വന്നാലും ഇരുന്നാലും എല്ലാരും ചൊല്ലിടും ഉലകത്തിൽ വാഴുന്നവർക്ക് ആരോഗ്യം വേണ്ടും വന്നാലും ഇരുന്നാലും എല്ലാരും ചൊല്ലിടും ഉലകത്തിൽ വാഴുന്നവർക്ക് ആരോഗ്യം വേണ്ടും ഇനിയും ഇവിടെ തുടരെ ചുവടാൽ പടയായി പൊരുതാം പീറോടെ കടലായി കടലായി ലഹരിക്കെതിരായി തീയായി പടരാം വാശിയോടെ ഇനിയും ഇവിടെ തുടരെ ചുവടാൽ പടയായി പൊരുതാം പീറോടെ കടലായി കടലായി ലഹരിക്കെതിരായി തീയായി പടരാം വാശിയോടെ ലഹരിക്കെതിരായ നിജരാൻ പോരൂ യുവജനമേ വേഗം നിങ്ങൾ ഇനി ലഹരിയിൽ തകരാതിടുവാനെന്നും സാന്ത്വനമായി കൂടെ ഞങ്ങൾ യേശുവിലണി ചേരാമൊന്നായെന്നും ആ ലഹരിയിൽ മുന്നേറിടാം
അതിൽ ഉറപ്പിച്ചു തുടങ്ങിയെന്ന് പറയാനുള്ള സമയമായിട്ടില്ല. നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ ഒരു മീറ്റിംഗ് പോലെ ഒരു ഗ്യാതറിംഗ് കൂടെ അറേഞ്ച് ചെയ്യാനുള്ള കാര്യം തന്നെ നിങ്ങൾക്കറിയാം. ഈ 26 ജൂൺ അല്ലേ, നമ്മൾ വർഷങ്ങളായിട്ട് ആചരിച്ചു വരുന്നുണ്ട്. ഓരോ വർഷം നിങ്ങൾ പുതിയ പുതിയ പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്യുന്നുണ്ട്. കുട്ടികളുടെ നേതൃത്വത്തിൽ എങ്ങനെ ഇതിൻ്റെ ഒരു മെസ്സേജ് സൊസൈറ്റിക്ക് കൈമാറാമെന്നുള്ള തരത്തിൽ കുറേ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി മാരകമായിട്ടുള്ള ഇന്നിപ്പോൾ നമ്മുടെ മുണ്ടത്തിക്കോളോ അല്ലെങ്കിൽ നമ്മുടെ സറൗണ്ടിങ്സിലൊക്കെ ചില ചേട്ടന്മാരുടെ കയ്യിലെങ്കിലും സുപരിചിതമായിട്ട് നമ്മൾ കാണുന്ന നിങ്ങളൊരു പിടി, ഇങ്ങനൊരു പിടി എടുത്ത് അത് ത്രാസിൽ വെച്ച് തൂക്കിയാൽ പോലും അത്രയും ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ പിടിക്കുന്ന ചേട്ടന്മാരോടൊക്കെ ചോദിച്ചാൽ ഒരു 10 വർഷം പുറകോട്ട് പോയാൽ അവർക്കൊരു കഥ പറയാനുള്ളത്. എങ്ങനെയാണ് ഇതിന്റെ ആരംഭം ചോദിക്കുമ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ ഒരു 10-9 പേരും പറഞ്ഞിട്ടുള്ളത് സാറേ പരിപാടിക്ക് പങ്കെടുക്കുന്നതിൻ്റെ ഇടയിൽ ഒരു തമാശയ്ക്ക് ആ ചേട്ടൻ പറഞ്ഞപ്പോൾ ഞാനും മറ്റുള്ള കുട്ടികളെ പോലെ ഞാൻ ഇവരുടെ റേഞ്ച് ഒന്നല്ല, ഞാൻ സംതിങ് എക്സ്ട്രാ ഒരു വേറെ വൈബ് മാൻ ആണെന്നൊക്കെ കാണിക്കാൻ വേണ്ടി ഒരു തമാശയ്ക്ക്, അല്ലെങ്കിൽ എന്നെ ആരും അധികം ശ്രദ്ധിക്കുന്നില്ല, മറ്റുള്ളവരെ പോലെ എനിക്ക് പഠനത്തിലോ ബാക്കിയുള്ള കാര്യങ്ങളിലൊന്നും ഷൈൻ ചെയ്യാൻ പറ്റാത്ത കാരണം കൊണ്ട് ഒരു ഷോർട്ട് കട്ട് എന്നുള്ള നിലയ്ക്ക് ഞാൻ വെറുതെ തുടങ്ങിയ ശീലത്തിൽ നിന്നാണ് ഇന്ന് ഈ കാണുന്ന 5ാമത്തെ നാർക്കോട്ടിക്സ് കേസിൽ ഞാൻ പെട്ട് നിൽക്കുന്നത്.